പൊന്നാര മക്കളെ, എല്ലാരും വാട്സപ്പിൽ വന്നിട്ടുണ്ടാവും. മൈമൂന എന്ന് പറഞ്ഞ സഹോദരനെ മരുമകളും മരുമകൾ അഞ്ചത്തിയും കൂടി കുക്കറായിട്ട് തല്ലി ചയച്ചാണ് കൊന്നിട്ടത്. കാലം പോയൊരു പോക്കേ, മരക്കളെ വരെ വിശ്വസിക്കാൻ പറ്റാത്ത കാലായി. എത്തിനാണിപ്പൊ കൊന്നത്? പൈസ ചോദിച്ചീനല്ലോ, സ്വർണം ചോദിച്ചീനല്ലോ. മരോൾ അഞ്ചത്തിന്റെ മാപ്പിളെ ജയിലിലാണ് ലഹരി കേസില്. ഓരെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ മരോൾ ഇത് കൂട്ടുന്നക്കാണ്ട് ഈ പണി ചെയ്തക്കണ്ട്. ഞമ്മളെ മക്കൾക്കൊരു കല്യാണം പറയുമ്പോളേ നെഞ്ചിടിപ്പാണ്. പെൺകുട്ടികളെ സ്വഭാവം നന്നാവണം, നല്ലൊരു പെൺകുട്ടി ആവണം എന്നൊക്കെ. അതൊക്കെ വിചാരിച്ചിട്ട് തന്നെയല്ലേ ഈ മൈമുന എന്ന് പറഞ്ഞ സഹോദരി ആ ഒരു മരോളിൻ പെരീക്ക് കൊടുന്നക്കുക. പൊന്നാര മക്കളെ, അതും കണ്ട് കണ്ടപ്പോ മനസ്സിന്റെ കജ്ജും കാലം കൊണ്ട് കൊഴിഞ്ഞുപോയി. എത്താണ് ആ പാവത്തിനെ കാട്ടിച്ചേക്കണ്ട്, എത്ര വേദന സഹിച്ചേക്കും. കുക്കറായിട്ട് തല്ലി തല്ലി അതിന്റെ മുഖം ഇനി എത്തില്ല കാട്ടാന്. പൊന്നാര പെണ്ണുങ്ങളെ, എങ്ങനെ ഇങ്ങക്ക് ഇങ്ങതിന് കഴിഞ്ഞുന്ന്? കൊലപാതകം ഓല് ചെയ്തതല്ലാന്ന് തെളിയിച്ചാൻ വേണ്ടിട്ടേ ആണുങ്ങൾ വലിച്ചിട വീടി വരെ അവിടെ ഇട്ടക്കണം. പിന്നെ പുതപ്പും കച്ചവടക്കാരൻ പേരിലും കണ്ട് വെച്ചെട്ടിയും ചെയ്തേക്കണം. ഏതായാലും ഐറ്റങ്ങളെ കിട്ടിയല്ലോ. ഈ ജാതി മുസീബത്തുള്ള പെണ്ണുങ്ങൾ ഉണ്ടല്ലോ എന്നാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനത്തെ കുരുട്ട് ബുദ്ധിയും കാര്യങ്ങളൊക്കെ മനസ്സിലുള്ള പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചാളി മക്കളെ. അമ്മായിമാരെന്ന് പറയുമ്പോഴേ നമ്മൾ ഉമ്മാനെ എങ്ങനെ കാണണോ അതേപോലെ തന്നെ ഓലിയും കാണണം, ഓലിയും ബഹുമാനിച്ചണം. ഒരു പെണ്ണ്, ഒരു മരോള് ഇത് ഒരു അമ്മായിമാൻ എങ്ങനെ ചെയ്തേക്കണെങ്കിലേ ഓളെ മനസ്സ് എത്രത്തോളം ഉണ്ടെന്ന് വിലയിരുത്തിയേക്കി. എന്താണ് ഇങ്ങനൊക്കെ ആവാം പെണ്ണുങ്ങൾക്ക് കൈയുണ്ടെന്നാണ്. ഈ പാത്തൂന് ഇത് പറയാതെക്കാൻ വെജാതായി എന്നുള്ള പ്രശ്നം പരാതി ഇതൊക്കെ തന്നെയല്ലേ. ഞാൻ അടിച്ച രീതി നന്നാവൂല, തുടച്ചത് നന്നാവൂല എന്നൊക്കെ എന്റെ അമ്മായിമ്മ പറഞ്ഞു നടക്കണേന്ന്. എന്നാലേ ആ കാലക്കഞ്ഞി മാറി. ഇതൊക്കെ ഇനി മരക്കള് കൊണ്ടുപോയി മക്കളെ കൊന്നട് കുഴിച്ചു മൂടാണ്. ആ ജാതി മരക്കളാണ് ഇനി കജ്ജിലുള്ളത്. ഒരു പെൺകുട്ടിനെ കല്യാണം കഴിച്ചു വിടുമ്പോഴേ അമ്മായിമാരോടും അമ്മോസങ്ങാക്കാരോടൊക്കെ പെരുമാറേണ്ട രീതിയും കാര്യങ്ങളൊക്കെ പെരീന്ന് തന്നെ പഠിപ്പിച്ചു കൊടുക്കണം. ഞാനിത് പറഞ്ഞാ പറയും ഒരു തള്ള വൈബ് വന്നക്കണോന്ന്. ഇനി ആ വൈബിൽ എന്നെ പെടുത്തിയാലും വേണ്ടിയില്ല, നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഒരു മരുമകൾ ഇത്രയും വലിയ കൊടു ക്രൂരതക്ക് മുതിർന്നക്കണെങ്കിലേ ഈ പുതിയാപ്പളന്റെ കാര്യങ്ങളാണ് ഞാന്. സ്വന്തം ഭാര്യനെ നിലക്ക് നിർത്തേണ്ടത് ഭർത്താവിന്റെ കുറച്ചൊക്കെ ഒരു കടമുണ്ട്. ഇത്രയും ക്രൂരത ചെയ്യണമെങ്കിൽ ഓളെ മനസ്സും ഓളെ സ്വഭാവം ഓളെ പ്രവൃത്തി എത്തിക്കാരാ. കെട്ടിയ ആണുങ്ങൾ അതും വേണം ശ്രദ്ധിക്കുക. അതുകൊണ്ട് മക്കളെ, ഈ ജാതി വാർത്ത നിങ്ങൾ കേൾക്കാനും കാണാനും ബെജ്ജട്ടാ. എത്താപ്പ അതൊക്കെ ഞമ്മക്കത് കാണുമ്പോൾ അവസ്ഥ ഞമ്മക്കൊക്കെ പേടിയാണ്. ഇഞ്ചി കെട്ടേണ്ട മരക്കളൊക്കെ ഇനി ഏത് കോലത്തിലാന്നാണ് പഠിച്ചവനോട് പറയുന്നേ. ചക്കൊന്നുമില്ലല്ലോ ചുയി നോക്കാനേ, നന്നായിക്കണ വടക്കായിക്കണെന്ന് നോക്കണമെങ്കിൽ ചക്കൊന്നുമില്ലല്ലോ. കിട്ടണ മരക്കളൊക്കെ നല്ല മരക്കളാവട്ടെ, ആർക്കായാലും കിട്ടണ പുതിയാപ്പിളാരും നന്നാവട്ടെ. ഒരു ഭാഗം മാത്രം നന്നായിട്ട് കാര്യമില്ലല്ലോ, എല്ലാരും വേണം നന്നാവുക. മരോള് അഞ്ചത്തിനോടുള്ള സ്നേഹമാണ് ഇപ്പൊ കാണിച്ചതേ. ഓള അഞ്ചത്തിന്റെ മാപ്പിള ജയിലിലായിട്ട് മരോക്ക് സഹിച്ചണില്ലാന്ന്. ഓളെ പുതിയാപ്പളുടെ അവസ്ഥയും കാര്യങ്ങൾ അന്വേഷിക്കാനൊന്നും ഓക്ക് നേരല്ല. ഓൾ അഞ്ചത്തിന്റെ മാപ്പിള ജയിലിലായിനെ ഇറക്കാൻ വേണ്ടി ചെയ്ത പണിയാ. ഇങ്ങനെ നേരം വെളുത്തൂടെ പെണ്ണുങ്ങളെ.